ഇടക്കിടക്ക് ഇങ്ങനെ ആക്കണം കേട്ടോ. ബേക്കിൽ വെക്ക്. ഓ നമ്മളെ പച്ചീനെ കണ്ട ഹായ് പറഞ്ഞ ചെടി വാങ്ങുന്നുണ്ടാ? കുറച്ച് ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവാണ്. പല്ലിൻ്റെ ക്ലിപ്പ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, ടൈറ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊട്ടിയൂരൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നെല്ലിക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ആക്രാന്തം കൊണ്ട് ഒരു കടി കടിച്ചാണ് ഇവിടെയുള്ള സാധനം ഇളകിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പം അവിടെ പോകുമ്പോഴത്തേക്കും ഡോക്ടറെ കാണുമ്പോഴത്തേക്കും എന്താ പറയാമെന്നറിയില്ല. നല്ല വഴക്കിട്ടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ കണ്ട സാധനങ്ങളൊന്നും കടിച്ച് പറിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ എനിവേസ് ഞാൻ പല്ല് ക്ലിപ്പ് ഒന്ന് ടൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അമ്മയും കൂടെ കുന്നുമക്കരയിൽ നിന്ന് വരുന്നുണ്ട്. അമ്മ ഇവിടെ ഓർക്കാട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ മഴക്കോളൊക്കെ ഉണ്ട്. 2:15 അവിടെ ഓർക്കാട്ടിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2:05 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴും എത്തുകയെന്നറിയില്ല. എന്തായാലും പെട്ടെന്ന് ഇറങ്ങാം. മുടിയൊന്നും ഒരു വൃത്തിക്കൊന്നുമല്ല കെട്ടിയത് കേട്ടോ. ഷടപടയുന്നായിരുന്നു കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും ഹെൽമെറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കോലമൊക്കെ മാറും. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാം. മഴക്കോട്ടൊന്നുമില്ല. മേടിക്കണം എന്ന് പറഞ്ഞ് കുറേ നാളായി നടക്കുന്നത്, ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് ഇന്നിപ്പോൾ ഓഫ് എടുത്താണ്. കാരണം എപ്പോഴും അവർ സമയം തരാമെന്നറിയില്ല. അതുകൊണ്ട് ലേറ്റ് ആവും കഴിയാനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഡ്യൂട്ടിക്കിടയ്ക്ക് ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് ഓഫ് എടുത്തിട്ട് പല്ലിൻ്റെ ടൈറ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് റെഡിയായി നിന്നത്. അപ്പം ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അമ്മ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് എന്നിട്ട് ഒന്ന് വീട്ടിലൊക്കെ പോയിട്ട് വേണം തിരിച്ചിങ്ങോട്ടേക്ക് വരാനായിട്ട് കേട്ടോ. റെയിൻ കോട്ടില്ല, അതാണ് മെയിനായിട്ടുള്ള സീന്. അമ്പാടി അങ്കനവാടി പോയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഒരു 3:30 ആകുന്നപ്പോൾ രാജ്യം കിട്ടും വന്ന് കൂട്ടുമായിരിക്കും കേട്ടോ. ഏട്ടനും ഇവിടെ ഇല്ല, ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോയതാണ് കേട്ടോ അമ്മേൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ട്. ഓർക്കാട്ടേരി ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഇറങ്ങാൻ പോവാണ്. വീട്ടിലാരുമില്ല, ഞാൻ ഗേറ്റൊക്കെ അടച്ച് പോവാണ് കേട്ടോ. എവിടെ പോകുമ്പോൾ ഈ ഗേറ്റ് അടക്കൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. മഴ പെയ്യുകയെന്നുള്ളതാണ് ഏറ്റവും വലിയ സീന്. മുടിയൊന്നും കെട്ടിയിട്ട് ശരിയായിട്ടില്ല കേട്ടോ, എന്തോ പോലെ ഉണ്ട്. അപ്പോൾ എനിവേസ് ഞാനിതാ ഇറങ്ങാൻ പോവാണ്. 10 മിനിറ്റിനുള്ളിൽ ഞാനിതവിടെ ഓർക്കാട്ടേരി ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ അവിടെ എത്തിക്കാണോന്ന് തോന്നുന്നു. മൂന്ന് മണിക്കാ അത് നോക്കണ്ട, ഇവിടെ ഉള്ളിലുണ്ടാവുമല്ലോ. എന്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അത് ഗമ്മ് വെച്ച് ഒട്ടിക്കുന്നതാ പൈസ. ഇവിടെയുള്ള ഇതില്ലേ, ഇത് ഇളകിപ്പോയി. അത് ഒട്ടിച്ച് വെച്ചേ. ഞാൻ നെല്ലിക്കരുതില്ല, ഞാൻ കഴിച്ചാ അപ്പടും ഇത് ഇളകിയിട്ട് ഇങ്ങനെ പോകുന്നില്ല. അവിടെ ഇങ്ങനെ ഉന്തി വെച്ചാ പോയിട്ടില്ല. അതപ്പം പോയി 6-ാം തീയതി 5-ാം തീയതി ആയിട്ട് ഞാൻ കഴിച്ചത്. അതല്ല അതും ഒരു 3:30 ആവുന്നപ്പോഴത്തേക്ക് കൂട്ടോ. അതും ഇപ്പം ഭക്ഷണം എല്ലായിടത്തും കഴിക്കുന്നുണ്ട്. ഏറ്റവും കൂട്ടിക്കോളും. അല്ലാണ്ട് എനക്കാവില്ല, കാരണം ഇവിടെ തിരക്കാന്നറിയാം. എപ്പോഴാണ് പോകാനാവുകയെന്നൊന്നും അറിയില്ല. അതാ ലീവ് എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ പല്ലിന് ഉള്ള ദിവസം ലീവ് എടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ എപ്പോഴാണ് പോകാൻ പറ്റുകയെന്നറിയില്ല. നമുക്ക് ഇട്ടേച്ച് പോകാൻ പറ്റില്ല. മാസം വരണം. 2-2.5 വർഷമാണ് പറഞ്ഞത്. 2-2.5 വർഷമാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഗ്യാപ്പാണ്, ഈ വലിയ ഗ്യാപ്പ് അടയണ്ടേ. മറ്റേ പല്ല് ഉന്തിയതാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉള്ളോട്ട് പോകുന്നുണ്ട്. ഉന്തിയല്ലല്ലോ, ഗ്യാപ്പ് അടയണ്ടേ. ഇത്രയും വലിയ ഗ്യാപ്പ് അത് കുറേ കഴിഞ്ഞാലേ കിട്ടുള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ പല്ലെല്ലാം എടുക്കണം. 2-4 പല്ല് എടുക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ. വേണ്ട, കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. നിങ്ങളോട് ഞാനൊന്ന് ഇടാൻ പറഞ്ഞേ മമ്മി? എന്നോട് പറഞ്ഞു, അച്ഛനോട് ടോപ്പല്ല ഇടാൻ പറഞ്ഞ. എന്നിട്ട് നിങ്ങളത് ഇടാൻ ഞാൻ
സാരി ഇട്ടിട്ട് വന്ന ഞാനിപ്പോൾ വരും നിങ്ങളെ കൊണ്ടാക്കുക എല്ലാം ഇത് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടും വരും. അത് കുറച്ച് ദിവസം അടുത്ത ആഴ്ചയായിട്ട് ഒരു ലീവ് ഉണ്ട് അന്നേരം വരാം. എന്താ വരുവാണ് തിങ്കളാഴ്ച ഇനിയിപ്പോൾ ശനിയാഴ്ച മുട്ടിയിട്ട് കിട്ടിയിട്ട് ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ച വരുമെന്നാ? പിന്നെ തിങ്കളാഴ്ച അച്ഛനെ കളിക്കാൻ പോകണം. അത് കഴിഞ്ഞ് ഇന്ന് ഓരോ അടുത്തിൽ ഇന്ന് പോകുക അടുത്തുള്ള അമ്പലത്തിൽ സ്വർണ്ണപ്രസവം. അതുകൊണ്ടാണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും കൂട്ടും. നിങ്ങൾ ആദ്യം നോക്കിയാൽ കേട്ടാ. അപ്പം മമ്മി ഞാൻ DH ചെയ്തിട്ട് പുറത്ത് വന്നാം അന്നേരം നിങ്ങളെയും കൂട്ടും. എന്നാൽ നിങ്ങൾ ആദ്യം നോക്കുന്നുണ്ടാവില്ല. അങ്ങനെയില്ലല്ലോ ബുദ്ധിമുട്ട്. എത്ര അയിലക്ക് കിലോന് 400 അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം വാർത്തയൊക്കെ വന്നിട്ട്. അതുകൊണ്ട് മീനൊന്നും വാങ്ങിക്കൂല, അതുകൊണ്ട് ചിക്കനാണ്. പിന്നെ ഓന് ചിക്കനാണ് ഇഷ്ടം അമ്പാടിക്കും. എന്നാൽ ഇടയ്ക്ക് വലിച്ചു കൊടുക്കും, ഇടയ്ക്ക് ചിക്കൻ കൊടുക്കും. അങ്ങനല്ലോ ഫോണിൽ അറിയാണ്ട് എന്തോ ബ്ലോക്ക് ആയിപ്പോയത്, അതുകൊണ്ടാണ് പോകാത്ത കോൾ. അത് നോക്കിയാൽ ശരിയാവും ഫോണിൽ. പക്ഷെ എനിക്ക് മൊബൈൽ ഷോപ്പിലാണ് കാണിക്കണം. എൻ്റെ ഇത് മൊബൈൽ ഡാറ്റ ഓണാക്കിയാൽ ഒട്ടും നെറ്റ് കിട്ടുന്നില്ല. റീചാർജ് ചെയ്യുന്നുണ്ട് പക്ഷെ നെറ്റ് കിട്ടുന്നില്ല. ഇവിടെ ഒന്ന് കാണിച്ചോട്ടെ. വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കണ്ട എടോ ഇത് ഇളകിപ്പോയിനല്ലോ എന്ന് വെച്ച്. ഇളകിപ്പോയിനൊന്നുമില്ല. ഞാൻ പറഞ്ഞേ ഇത് ഇവിടുന്ന് ഗമ്മ ഇളകിപ്പോയി. അന്നേരം പറയും ഗമ്മ ഇളകിപ്പോയതല്ല, ഞങ്ങളെ ഭാഷയിലെ പൊട്ടിപ്പോയിന്നാ പറയും. ഞാൻ വെച്ചെന്താ വഴക്ക് പറയുന്നു. അപ്പോൾ വഴക്കൊന്നും പറയില്ല. പിന്നെ അടുത്ത മാസം അല്ല അതിൻ്റെ അടുത്ത മാസം പിന്നെ ഇത് ഓർഡർ ചെയ്തിട്ട് വരും. ഈ സാധനം തോന്നും എന്നൊരു മൊത്തമല്ല മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ 350 എക്സ്ട്രാ വരും. ഞാൻ പറഞ്ഞാൽ വേറെ പോയും ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ടല്ലേ ഞാനൊരു നെല്ലിക്ക കടിച്ചതാണ്. ഞാൻ ഇവിടെ അല്ല, ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ടാണ് കടിച്ചത്. പക്ഷെ അത് ഒടുക്കത്തെ കടിയായിട്ട് ഞാൻ അപ്പോഴാണ് ഇളകി. ഇത് ഇനി അടുത്ത മാസം 19 വരാമെന്ന് പറഞ്ഞു. പല്ല് തേക്കുന്ന വേസ്റ്റ് ഇത് തേച്ച് പല്ല് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. മറ്റേ പേസ്റ്റ് ഒഴിവാക്കിയിട്ട് അത് തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഒന്നും വേണ്ട. തൽക്കാലം ഈ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ പുളിപ്പ് കുറയും. വേറെന്ത് കുഴപ്പമാണ്? മെഡിക്കൽ ഷോപ്പ് ഇവിടെ ഉണ്ടാവുമായിരിക്കും, ചോദിച്ചോടാം. നീ പറഞ്ഞുകൊണ്ട് വേദന ഉണ്ടാവും അമ്മ നിങ്ങൾക്ക്. ആടെ ഫോണിൻ്റെ ഷോപ്പ് ആടെ പോവാ. ജിയോൻ്റെ സെൻറ്ററിലൊന്ന് ചോദിച്ചോക്കാം. എൻ്റെ മൊബൈൽ ഇവിടെ ആരും ഇല്ലേ? ഇവിടുത്തെ സ്റ്റാഫ് ഭക്ഷണം കഴിക്കുന്ന. നമുക്ക് പോയിട്ട് വരാമല്ലോ അമ്മേ. ഇവിടെ എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പിലുണ്ടാ? നടന്നോ? എന്താ മമ്മി പോവാ? എന്താ മമ്മി? നമുക്ക് ധൈര്യത്തിൽ പോവാ. നിങ്ങൾ പേടിക്കാണ്ടിരുന്നായി. നിങ്ങളോട് അതിനല്ലേ ചുരിദാർ ഇടാൻ പറഞ്ഞമ്മേ. ഇപ്പം ഇടശ്ശേരി പോകുന്ന വഴിക്കാണല്ലോ കേട്ടോ. എങ്ങനെയോ ഓടിച്ച് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അമ്മേൻ്റെ അടുത്ത് വരുമ്പോഴേ ഞാൻ പറഞ്ഞത് സാരി ഇടരുത്, ചുരിദാർ ഇട്ടിട്ട് വരണം. ലാസ്റ്റ് ഇപ്പം ചുരിദാർ ഇടാണ്ട് സാരി ഇട്ടിട്ട് വന്നിട്ട് എനിക്കാണെങ്കിൽ 2 വീലറിൽ ഈ 2 ആളെ വെച്ച് ഞാൻ അങ്ങ് എടുക്കാറില്ല, ഡബിൾ എടുക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ബഷീറിൻ്റെ ആ ഷോപ്പിലേക്ക് പോകാം. വാങ്ങുന്നുണ്ടോ അമ്മേ? ചെടി വാങ്ങുന്നുണ്ടാ? കുറച്ച് ചെടിയെല്ലാം വാങ്ങാമേ. കുറേ മാവിൻ്റെ തൈയല്ലേ ഇത് ഇവിടെ. നല്ല അടിപൊളി ചെത്തി. എന്നാ ചോദിക്കണ്ടേ? പിന്നെ തൈ 2 തൈ, ഒരു പിന്നെ ഇത് സപ്പോട്ട, പിന്നെ പേരക്ക, മാവിൻ്റെ തൈ. അതിൻ്റെ വളം ചെയ്യല് അത് ഇവിടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട്. എത്ര നാളെ ഇപ്പോൾ വെച്ചിട്ട്? വെച്ചിട്ടിപ്പം പിന്നെ 3 മാസം കൂടുമ്പോൾ ചെയ്യാനാണ്. അപ്പം നല്ല ഉഷാറില്ല അത്.
ആ ഇപ്പൊ ഉഷാറായി വരുന്നുണ്ട്. നിങ്ങൾ മെയ്യിൽ അങ്ങനെ ഇത് നല്ലതാ. ഇപ്പം എന്തെന്നാ ചെയ്യണ്ടേ? അത് വളപ്പെടുത്തി തരാം. മൊത്തം എത്ര ഉണ്ട് ഈ പേരൊക്കെ എല്ലി പൊടിയും പിന്നെ പിണ്ണാക്ക് തന്നെ ഇട്ടാൽ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാവിനോ? മാവിന് മതി. പിന്നെ നിങ്ങളെ തെങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ തെങ്ങിന് ഇത് തികയത്തില്ല. തെങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ജൗളിലൂടെ 5 കിലോയുടെ 150 രൂപയുടെ വളം മേടിച്ചിട്ട് അത് തെങ്ങിന് ഇട്ട് കൊടുക്കാം. ആയിട്ട് പാക്കറ്റ് വരും. അത് ഇവിടെ കിട്ടുവാ? എല്ലാ വളം ഉണ്ട് അല്ലേ അവിടെ? തെങ്ങും തൈക്ക് വേറെ തന്നെ അല്ല? അതാ നല്ലത്. ഈ നിനക്കല്ലേ അതാ മതി. അല്ലെങ്കിൽ പിന്നെ 2-4 കിലോ അത് മേടിക്കണം. എല്ലും പൊടിയും വേപ്പും പിണ്ണാക്കും. എല്ലാത്തിനും ഇത് തന്നെ ഇടും. വേറെ വെണ്ണീരും ചാണാനൊന്നും ഇടണം. അതൊക്കെ ഉണ്ടെങ്കിൽ ശാലിച്ച് കിട്ടേക്ക്. വെണ്ണീര് ചാണാനും എപ്പോൾ ഇടാമല്ലോ. ഇടാം അല്ലേ? ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നല്ല തന്നെ. 5 ഞാനിപ്പോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ മോൻ പറഞ്ഞു നിങ്ങൾ പോ ആടെ പോയി 9 കിലോ മൊത്തം വളത്തിന് ഇവിടെ 350 രൂപ. ഈ പറഞ്ഞതിനെല്ലാം കൂടി 350 350 അല്ലേ? തൈക്കും ഇനിവെല്ലാം പേരക്കെല്ലാം രണ്ടും എല്ലാത്തിനും പേരക്കും മാവിനും പിന്നെ എല്ലും പൊടിയും വേപ്പും ഉണ്ടാക്കും. ഇവിടെ നല്ല ചെടിയല്ലേ ഇതമ്മേ? ഇങ്ങനെ ചെടിയാ നമ്മുടെ? ഇവിടെ ഇങ്ങനത്തെ വാങ്ങിച്ചാൽ ഇത് നല്ല പൂവൊക്കെ അതിൽ പൂവുണ്ടാവില്ല. അതിന് ഇത് രസാ. ഇങ്ങനത്തെ അല്ലേ നമ്മളെടുത്തല്ലേ? പക്ഷേ അത് ഇവിടെ നിന്ന് വാങ്ങിയേ? എന്നിട്ട് അത് ചക്ക പോയിട്ട് വേറെ വെക്കണം. ഇപ്പം അമ്മേ വേണം. പൊരി നമ്മളെ വീട്ടിലുണ്ട്. നിങ്ങൾ അന്വേഷിക്കാൻ വന്നിയാ? നമ്മൾ പോവാതെ പിഴീൻ്റെ വളം എല്ലാത്തിനും കൂടി 350 ഉറുപ്പ്യ അല്ലേ? വേപ്പിയും പിണ്ണാക്കും പിന്നെന്താ വേണ്ടേ? വേപ്പും പിണ്ണാക്കും എല്ലും പൊടി. എല്ലും പൊടി ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം നന്നാവുന്നോ അല്ലേ പറയണേ? പിന്നെ ചാണകപ്പൊടിയും വെണ്ണീരും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾ ഇട്ടോ ഇപ്പുറത്തോട്ടാക്കാം. ചൂരിദാർ ഇടാനല്ലേ പറഞ്ഞത്? തിരിച്ചു വെക്ക്. ചിലപ്പം തുറക്ക ഇതേ ചാർജ് കുറഞ്ഞാല് അല്ല നമ്മളെ ഈ പോയാലല്ലേ കറണ്ട് പോയല്ലേ ഇവിടെ പോയി അല്ലേ കുറേ ലേറ്റ് ആയല്ലേ? ബാക്കിയെല്ലാം ഒരുവിധം വേഗം കഴിഞ്ഞിക്കില്ലേ? എല്ലാം എൻ്റെ വേഗം കഴിഞ്ഞു അല്ലേ? അമ്മ നോക്കി മൊബൈലിൻ്റെ. പക്ഷെ അത് അമ്പാടി കളിക്കുമ്പോൾ മാറ്റിയതായിരിക്കും. അല്ലാണ്ട് മാറണ്ട. അത് തന്നെയാ മറ്റിച്ചൊന്നുമല്ല. അല്ലേ? അല്ലാണ്ട് മാറേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ ഫോൺ മാറ്റിയ ഫോണെല്ലാം നീങ്ങിപ്പോയി. കപ്പി എടുക്കുന്ന ഇത് നല്ല രസം. ടൊമാറ്റോ സോസ് ഇത് ഉടുപ്പിന്ന് കൊണ്ടുവന്നത്. ഉടുപ്പി തക്കാളി മുറുക്ക് കഴിഞ്ഞൊന്നുമില്ലമ്മേ. മത്തിയുമില്ല. എല്ലാത്തിനും ഡിമാൻഡാന്നല്ലോ. ഇത് മുറിച്ചിക്കില്ല. ഇത് മുറിച്ചിട്ടൊന്നുമില്ല. ഇത് എടുത്തിട്ടില്ല. പുതിയതാണോ? എടുത്തിട്ടില്ല. ഇന്നലെ കൊണ്ടോ അമ്പാടി കാണണ്ട. വേണ്ട ഉണക്കൊടി വേണമെങ്കിൽ അങ്ങനെ തന്നാളോ. കുഞ്ഞു കുട്ടിയാണേ. ബിസ്ക്കറ്റ് വേണം. ബിസ്ക്കറ്റ് കൊടുത്താൽ പിന്നെ അതിനാ ഞാൻ ബിസ്ക്കറ്റ് ഒന്നും കൊടുക്കില്ല. അതിനാ ബിസ്ക്കറ്റ് കൊടുത്താൽ പിന്നെ അത് ഉണ്ടാവും. അതിന്റെ വിചാരം വരും. പിന്നെ നമുക്കും ഭയങ്കര ഒന്ന് ടൂറിന് പോകുന്നുണ്ട്. രാവിലെ 6:30 2700. ഏട്ടനും അതും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് കറങ്ങുന്നതാണെങ്കിൽ സമ്മതിക്കില്ല. അങ്ങനെ ഇനി ഒറ്റക്കാണെങ്കിൽ എന്നാൽ പിന്നെ ഇനി എവിടെയും ഇനി കൂട്ടൂല ആറ്. നിങ്ങൾ വേറെ തന്നെ പോയിക്കോ, ഞാൻ വേറെ തന്നെ പോയിക്കോളും. അറിയായിട്ട് അയച്ചേട്ടെ എല്ലാം കിട്ടീനല്ലോ. അതെല്ലാം അറിയിട്ടേന്ന്. ഫുള്ള് പച്ചപ്പാന്നല്ലോ അമ്മേ. അതല്ല പുല്ല് പൊടിച്ചിക്ക് അങ്ങനെയല്ലോ. ഇതൊക്കെ കണ്ട നിറച്ചും പുല്ല. മീനൊന്നുമില്ല ഗൈസ്. അച്ഛാ ഫോൺ എടുത്തു അങ്ങെടുത്താണോ? എന്താ നമ്പർ കിട്ടായില്ല? വിളിച്ചിട്ട് കിട്ടുന്നില്ല.
ഫോണ് വരെ അറിയുന്നില്ല. ബ്ലോക്കായി പോയതായിരിക്കും, എന്തോ ഞങ്ങി പോയിട്ടുണ്ടാവും. എത്രയാവും ബ്ലോക്ക് നമ്പർ? അച്ഛൻ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ് അല്ലെ ബ്ലോക്ക് ആയിപ്പോയതാണോ? ഒരുപാട് നമ്പർ ഉണ്ട്. എന്നാ എല്ലാം ബ്ലോക്ക് മാറ്റട്ടെ, ഇതെല്ലാം അറിയാണ്ട് ഞെങ്ങിപ്പോയതങ്ങനാ. അമ്മ എലി ഒന്ന് വിളിച്ചു നോക്ക്, ഞാൻ ബ്ലോക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞെങ്ങിപ്പോയതാറ്റാ. ഇതിൽ നിന്നാണോ വിളിക്കണ്ടേ അല്ല അതിൽ നിന്നാ വിളിക്കണ്ടേ? അമ്മേൻ്റെ ഫോണിൽ നീല് വിളിച്ചോക്ക്, കിട്ടുന്നുണ്ടോ? വളർത്തുന്നല്ലോ മമ്മി. ഇത് നിങ്ങൾ രണ്ടാമത് വേറെ വാങ്ങിയതാ? എന്നാ ഇതിലൊരുപാട് മാറ്റം വന്നിന്. ഇതെന്തോ ഇലയിത തിന്നുന്നിട്ടാ, എന്തോ ജീവി ഇതാ തിന്നുന്നമ്മേ. ഇങ്ങോളം ഇല വന്നിന്. ചെടിയെല്ലാം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നാ കായ ഇതിനെല്ലാം ഒരുപാട് മാറ്റം വന്നിക്കല്ലോ. ഇതിനതൊരു പൂവിടുന്നേ. ഇത് ഇതൊക്കെ ഇത് കണ്ട നിങ്ങൾ കണ്ടിക്കില്ല? ഇത് ഇതും കണ്ട നല്ല തിരുളെല്ലാം വന്നിനെ. ഇത് ഇങ്ങോളം ഇല വന്നിനല്ലേ. ഇതിപ്പോൾ അടുത്ത് പൂവിടും. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ ഇലയിൽ എന്തോ ഒരു ജീവിതം അത് മാറ്റി കൊടുക്കും. ഇത് ചെറിയ കുഞ്ഞു ജീവിയല്ല. ഇതുകൊണ്ട് തുടങ്ങി എന്താ കഴുകി കളഞ്ഞപ്പോരെ എല്ലാ തുണി വെച്ചൊന്ന് തുടച്ചോളാം. എല്ലാം നശിപ്പിക്കുന്നു. മുരടിച്ച് പോവും. പിന്നെ അങ്ങോട്ട് പൂവ് ഉണ്ടാവൂല. പിന്നെ എന്തോ ഒരു മഞ്ഞ റോസ് കളർ പൂവ്, എന്തോ ഒരു പൂവിടും. പൂവിട്ടതാ ഇതിന്റെ വില എന്നിട്ടാ 10-12 ഇവിടെയും ഇത് വേഴ്സല്ലോ. െല്ലാം കൊറേ പൂവിട്ടിക്കല്ലോ. ഇത് മുല്ലയാ? മുല്ലേന്റെ പോലത്തെ ഒരു ഇല അല്ലേ? വേറൊരു നല്ലൊരു ഇതാ നമ്മളവിടെ കണ്ടേട്ടാ മുരു. ഇതിനെന്തോ തിന്ന് കളയുന്നേട്ടാ. ഇതിന് വളക്കുറവുണ്ടാ? പൂവൊരു ഭംഗിയിൽ വരാത്ത വളക്കുറവാ. ഓരോട് ചോദിക്കറേ നിങ്ങൾക്കാർന്ന് ചെടികൾക്കെല്ലാം എന്താ റോസിനെല്ലാം ഇട്ട് കൊടുക്കാന്ന് നമ്പർ ഉണ്ടാവും. ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? മാറ്റീന് വിളിച്ചു നോക്ക്. ഒന്നല്ല കൊറേ ബ്ലോക്ക് ആക്കി. ഇത് ഞെങ്ങി പോന്നത് എന്തല്ലോ. ഇപ്പൊ കോള് വരേണ്ടതാണെങ്കിലും തിരക്കിലാണ് ഈത്തപ്പഴവും മാങ്ങയും കൂടി ജ്യൂസടിച്ചിട്ട് ഉണ്ടാക്കി. പക്ഷെ ഒരു പായസം പോലെ എനിക്ക് തോന്നി. എന്റെ കളറേ അങ്ങനെ ഒരു അച്ചാറാന്ന് തോന്നിക്കില്ല. അച്ചാറിന്റെ ചോപ്പല്ലേ? ഇത് ചോപ്പല്ലോ. നോക്കട്ടെ, അതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. കൊറേ ആയില്ലേ? നല്ല ഗുണമുണ്ട്. പഴം തിന്നാൻ എനിക്കിത് ചെയ്യാം. പുളിക്കുന്ന ഭയങ്കര. ഈത്തപ്പഴാന്നൊന്നും തോന്നുന്നില്ല അമ്മ. എന്തോ ഒരു പുളിയച്ചാറ് പോലെ തോന്നും. ഒരു മോഡലും ഇല്ല, ഒരു രസവും ഇല്ല. പിന്നെ ഒന്നുമില്ലാത്ത സമയത്ത് കൂട്ടാം. തണുത്തോളം കുടിക്കില്ല. എന്നാലും ഞാൻ ചോദിച്ചോ. ഇവിടെ അല്ല എന്നാ തുണി അറിയിട്ടേക്ക്. വെള്ളത്തെ ദാഹിക്കുന്ന മമ്മി. ചൂടുവെള്ളം. ഞാനും ഇപ്പൊ തണുത്തോളം കുടിക്കില്ല. ചൂടുണ്ടോ? നല്ല കഴുകട്ടെ. ഇതിന് തീരെയും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. ചൂട് നല്ലോണം വേണോ? ഈ ഒരു ചൂടുണ്ട് എന്തോ പറയാണ്ട്. മുട്ടയിടുന്ന മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ. അത് മുരടിച്ച് പോന്നി അമ്മേ. എന്തോ തിന്നുന്നുണ്ടോ തോന്നി. എല്ലാം കണ്ട ഒരു ശോഷിച്ച പോലെ. ഒന്നും ഒരു ശരിയില്ല. അല്ലേ നല്ല ഇങ്ങനെല്ലാം ഉണ്ടാകാതെ കുറേ ഉണ്ടാകണ്ട. ആ വെള്ളക്കാന്തരി പോലത്തെ അല്ലേ അത്? ആ പച്ചമുളക് ആടെ മുളകുണ്ട്. ഞാൻ മുളക് വലിയ വറ്റൽ മുളക് പൊടിപ്പിക്കൂലേ, അതില് ഈ വിത്ത് ഉണ്ടാവൂലേ, മുളക് പൊടിപ്പിക്കാൻ കുറെ തുണിയിലുണ്ടാവൂലേ ബാക്കിയുള്ള വിത്ത്, അതെല്ലാം ഞാൻ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കും. അങ്ങനെ ഉണ്ടായി ഇപ്പൊ കുറച്ചുണ്ട്. ഇടക്കെല്ലാം ഇങ്ങനെ ഉണ്ടാവും. വെള്ളപ്പറങ്കിയില്ല, മറ്റേതാളൂ. എന്നാലും പച്ചമുളക് ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും കിട്ടും. കുറെ ഞാൻ പറിച്ചിന്. അതുനെ കൂട്ടിയിട്ട് വരാം. പേസ്റ്റ് ബാഗിലുണ്ടല്ലോ, ഈ ബാഗിലുള്ളമ്മേ. വണ്ടീൻ്റെ അകത്തില്ല, ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നു. വടി പോയിട്ടല്ലേ.
ഇതല്ലേ ഓനെ രാവിലെ കൊണ്ടാക്കിനി. ആ ഓൻ 3:30 വരെ ഉണ്ട് അംഗനവാടി. അതല്ലേ നല്ല സെൻസഡ് അതിൻ്റെ ഇത് TV-യിൽ പരസ്യം കാണില്ലേ, അതായത് ഇത് നല്ലതോ പല്ല് കുളിപ്പിനെല്ലാം നല്ലതാ. നിങ്ങൾ കേട്ടില്ലേ? അച്ഛനോട് വിചാരിച്ചു പിന്നെ തേച്ചോ? ഇനിയിപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി നോക്കിയൊക്കെ തീരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല്ല് മറ്റേത് കുറച്ച് അടക്കാനുള്ള ഇല്ലേ, അത് ചിലപ്പോൾ അടക്കാം. പിന്നെ മറ്റേത് ഈ സൈഡിൽ വേദന ഒക്കെ വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പല്ലെടുക്കേണ്ടി വരും എന്നല്ല പറഞ്ഞ ഡോക്ടർ. ഇങ്ങനെ വേദന വരുന്നുണ്ടെങ്കിൽ ആ പല്ലെടുത്താളണം. ഇപ്പൊ നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പല്ല് പുളിപ്പല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സെൻസർ ഇത് പല്ല് പേസ്റ്റ് വെച്ച് തേച്ചാൽ മതി. അല്ല ഈ കഴുത്തിന് മുയിപ്പിനും അത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുക? എന്റെ ദൈവം ഇങ്ങനെ കൊണ്ടായി കാണിക്കണ്ടല്ലോ. ഇപ്പൊ ഇങ്ങക്ക് നിലവിൽ പല്ല് പുളിപ്പല്ലേ ഉള്ളൂ, അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവ അതിന് വണ്ടി മേലുണ്ടല്ലോ, അതങ്ങ് നിന്നോളൂ അമ്മേ. ഇനി അതിനെപ്പറ്റി ഇരുന്ന് ആലോചിക്കണ്ട. പിടുത്തം കിട്ടൂല ചിലത്. ഞാനും എനക്കും വളരെ ശ്രദ്ധിച്ചിട്ടാ വെക്കും. അതങ്ങനെ ഹമ്പ് പോലെ ഉണ്ടാവൂലേ, അങ്ങനെ അതിന്റെ വില കയറിയിട്ട് പിടുത്തം കിട്ടായിട്ടായിട്ട് ഒന്നും പറ്റിക്കൊന്നുമില്ല. ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പറമ്പത്തോട്ട് പോവാണ് കേട്ടോ. ഏട്ടൻ കുറച്ചു നേരമായി വിളിക്കുന്നത്. പമ്പാടിയൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നേരെ ഈ വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. മഴ ചെറുങ്ങനെ മാറുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇങ്ങനെ പൊടിപൊടിയായിട്ട് എന്നാലും മഴ കൊള്ളാതെ വീട്ടിലെത്തി. കാണിക്കാനാ? ആ അവിടെ വെയിറ്റ് ചെയ്തോളാം. ഒന്നില്ല എന്താ ഗെയിം കളിക്കുന്ന മുത്തേ, ഇതെന്താ ഗെയിം കളിച്ചേ? ഇതെന്താ ഗെയിം കളിച്ചേ? ഇതെന്താ ഗെയിം? ഇന്ന് അംഗനവാടി പോയിട്ടെന്നാ പഠിച്ചേ? ടീച്ചർ എന്നാ പഠിപ്പിച്ചേ? പാട്ട് പഠിപ്പിച്ചിനാ? ഏത് പാട്ടാ പഠിപ്പിച്ചേ? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറാ? അല്ലേ കാക്കേ കാക്ക കൂടെ വിടിയാ? ഏതാ പഠിപ്പിച്ചേ? കാക്കേ കാക്ക കൂടെ വിടിയാ? അല്ലേ 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 എന്തിനാ പഠിപ്പിച്ചേ? വേഗം പറഞ്ഞോ. അല്ലേ ഗെയിം കളിക്കുന്നേ പഠിപ്പിച്ച അമ്പാടിയുടെ? ഇന്ന് ബുക്കിലെന്താ എഴുതാന്ന ടീച്ചറ്? നമുക്ക് പഠിക്കണ്ടേ? എന്നാ ബാഗ് എടുത്തോണ്ടോ, അമ്മ നോക്കട്ടെ. ബാഗ് എടുത്തു. മോന്റെ ബാഗ് എടുത്തിട്ട് വാ. അമ്മ ഇതേതാ കഥ പറഞ്ഞേ? പൊന്മുട്ട ഇടുന്ന താറാവിന്റെ കഥയാ, അല്ലെങ്കിൽ കുറുനരിയും കാക്കേന്റെയും കഥയാ? ഏതാ വാവക്ക് വേണ്ട? കുറുനരിയും കാക്കയാ? കുറുനരിയും കാക്കയൂല. മോന്റെ ബുക്ക് എടുത്തു. ഈ ബുക്കല്ല, മറ്റേ നോട്ട്ബുക്ക് എടുത്തു. അമ്മ മരുത്തന്നെ പോയി. എടുക്ക് എടുക്ക് എടുക്ക്. ഇതിന്റെ ബുക്കിന്റെ കളറാ ഇതാ. അത് ബുദ്ധി സൂക്ഷിക്കണ്ടേ പൊന്നൊത്തെ. കളർ ബുക്ക് കളറല്ല, ക്രയോണ്. നമുക്ക് കളറെല്ലാം ചെയ്യാം. അമ്മ നോക്കട്ടെ. ഹായ്, അമ്പാടിന്റെ നോട്ട്ബുക്ക് അല്ലേ ഇത്? ഇതാരാ? ഇത് അമ്പാടിയാ? ഇതോ? ഇത് ഇതാരാ? ഇതോ? ഇതാരാ? ഇതോ? ഇതാരാ? അമ്മയും അച്ഛനുമായി. ഇത് അമ്പാടിയായി. ഇതാരാ? 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 ഇത് ഹെസയാ? യശയാ? യശയാല. അയ്യോ, അതെല്ലാം വീണ് എടുത്തു വെക്ക്. കുത്തുകളി യോജിപ്പിക്കാൻ പറ്റും. അമ്പാടി കുത്തുകളി യോജിപ്പിക്കുന്നില്ല, മടിയനായിട്ടല്ല. ആകെ ഞാൻ പിടിച്ച് 2 തവണ ഇങ്ങനെ വരപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും യോജിപ്പിക്കാതെ ഇങ്ങനെ വെച്ചിട്ടാണ്. അമ്പാടി കളർ എഴുതിയിട്ട് ടീച്ചർ ശരിയൊക്കെ ഗുഡൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അവേ ഇല്ലേ? ഇതൊക്കെ കുത്തുകളി യോജിപ്പിച്ചിട്ടില്ല നമ്മൾ ഇന്നലെ രാത്രി? ഇപ്പുറത്തൊന്നും എഴുതി തന്നിക്കില്ല ടീച്ചർ? ഇന്ന് ടീച്ചർ ഇല്ലേനാ? ടീച്ചർ എടുത്ത് പോയി എല്ലാം എടുത്തിട്ട് പോര്. എന്റെ വാവക്ക് ഏതാ കഥ വേണ്ടേ? സ്ലേറ്റിൽ എഴുതണോ? എന്താ ചെയ്യണ്ടേ? സ്ലേറ്റ് 1, 2 പഠിക്കണോ? ABCD പഠിക്കണോ? പിന്നെ എന്താ വേണ്ടേ? കഥയാ വേണ്ടേ? ഈ കഥയാ വേണ്ടേ?
അതാരാ അതോ പേശി അത് കാക്കാല ഓർമ്മടുക്കൂത്ത അച്ഛൻ പുറത്താ മെല്ലന ഓനാകുന്നില്ല ഏട്ടാ മെല്ലനെ തുറക്ക്. അതിന് വാതിലടച്ചവന്ന് അച്ഛനെ പുറത്താക്കിട്ട് വാ. അച്ഛമ്മേൻ്റെ അടുത്ത് പോവാലോ. വാ ഡ്രസ്സ് ഇട്. വാ ഡ്രസ്സ് ഇടണം. വാ അച്ഛമ്മേൻ്റെ അടുത്ത് പോവാ. വാ അമ്മ ചെയ്യട്ടെ മുടി. നോക്ക് നീ നോക്ക് അമ്മേൻ്റെ മോൻ നോക്ക്. ആ സൂപ്പർ. മുടിയൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല അമ്പാടിക്ക്. വണ്ടി വെക്കട്ടെ, കുറേ ആയി ഓടിച്ചിട്ട്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചാവി എടുത്തു ഏട്ടാ. എടുക്കേട്ടാ ആഗ്രഹിപ്പിക്ക. ഞാൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൂലേ ഏട്ടാ. ഞാൻ മുറ്റത്തുനിന്ന് കളിച്ചോട്ടെ ഏട്ടാ. പക്ഷികളൊക്കെ ഉണ്ടാ പക്ഷികൾ. അമ്പാടി പക്ഷി. ചെരുപ്പ് കേട്ടോ ചെരുപ്പ്. നമ്മളെ പക്ഷിനെ കണ്ട. ഹായ് പറഞ്ഞ. ഹായ് പക്ഷികളെ. ഹായ്. അയ്യോ എന്നെ കൊതുക് അടിക്കുന്നതോ. അയ്യോ അത് അച്ഛൻ പുറത്തിറങ്ങി. നമുക്ക് പോവാം. ടാറ്റ പോവാ. അച്ഛമ്മേൻ്റെ അടുത്ത് പോവാം. ടാറ്റ പോണോ? മഴ പെയ്താ പിന്നെ ഇവിടുത്തെ കാര്യം പറയണ്ട കേട്ടോ. മൊത്തം ചളിയാ. വീടിനോടാണ് ടാറ്റ ബൈ ബൈ. പോണത് അല്ലേ? അതൊന്ന് വെച്ചേ ഫോണില്. അതുമല്ല എന്നാ മുട്ടായി തരുമല്ലോ. മുട്ടായി തരുക. അമ്മേന്റെ കയ്യിൽ പോക്കറ്റിലെല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിൽ വരുമ്പോ അമ്മ കൊണ്ടേ തരത്തില്ല. ബസ്സായില്ലല്ലോ പോട്ടെ. ഇനി ഉമ്മ തരൂല്ലല്ലോ. ഹലോ അമ്പാടി ഉണ്ടോ അവിടെ? അമ്പാടി ഉണ്ടാ? ഹലോ കേക്കുന്നുണ്ടോ? എവിടെ പോന്ന വാവേ? നമ്മള് ബസ് പോകുന്നുണ്ടോ? അതിലെന്നെ അത് തന്നെ ഉമ്മ തരുവാ. ഉമ്മ വേണ്ടത്തെ നല്ല വാവയല്ലേ. ഇങ്ങോട്ടേക്ക് പോന്ന ബസ് നാദാപുരം കല്ലാച്ചി. ചാച്ചിയല്ല കല്ലാച്ചി. അമ്മ ഇപ്പൊ എങ്ങനെയാ വന്നേ? ഏത് റൂട്ടിൽ നിന്ന് അമ്മ വന്നേ? വെറും 8 മിനിറ്റാ. അങ്ങനെ 7 മിനിറ്റ് എടുത്തിക്കുള്ളൂ. അങ്ങോട്ട് ഓർക്കാട്ടേരി പോകുമ്പോ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ അതിലേറെ സ്പീഡ്. ഭയങ്കര എനിക്ക് ചെറുങ്ങനെ സ്പീഡ് ഓടിക്കാൻ നല്ല രസം കേട്ടോ ഓടിക്കാൻ. ഞാൻ റൈഡർ ആയിരുന്നു. ഒന്നും വെക്കര അമ്മേനെ കൊണ്ടാക്കി കൊടുത്തു. എന്നിട്ടിങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് അതിന് മൊബൈൽ ഡാറ്റ ഓൺ ആകാത്തോണ്ട് അത് കുറേ നേരം ഷോപ്പിൽ നിന്ന് എന്താ തിരിയണ്ടേ. കസ്റ്റമർ കെയറിനെ വിളിച്ച് കുറേ സമയം അങ്ങനെ പോയി. പിന്നെ കുറച്ചു നേരം ഒരു ചെക്ക് ചെയ്ത് ലാസ്റ്റ് സിമ്മ് മാറ്റിയിട്ടപ്പോഴാണ് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. അവന് അമ്പാടി ഒപ്പിച്ചെന്ന് തോന്നുന്നു. നീ ഒപ്പിച്ചല്ല. എൻ്റെ മൊബൈൽ ഞെക്കി പിടിച്ച് എന്തെല്ലോ ആക്കിയിട്ട് നമുക്ക് നെറ്റ് കിട്ടാണ്ട് നീ എന്നാ ഞെക്കി പിടിച്ചേ. ബേക്കിൽ വെക്ക്. ഓ അടങ്ങിയിരിക്കും പെടക്കാണ്ട്. എന്തൊരു ഓവിയാടു. ഉറക്കണ്ടെന്ന് തോന്നിട്ട് അതാ മിണ്ടാണ്ട് കിടക്കുന്ന തിരക്ക. തിരക്കില്ല. മെല്ലനെ അടിച്ചാ പോരാട്ടോ. എന്താ തിരക്ക്? എല്ലാ പമ്പിലും ഈ സമയത്ത് തിരക്കായിരിക്കും. ഈ വൈകുന്നേര സമയത്ത് എപ്പോഴും തിരക്കാട്ടാ. അത്ര സന്ധ്യ മുതൽ അങ്ങോട്ട് രാത്രി വരെ തിരക്കായിരിക്കും. അമ്പടി പള്ളിയുടെ ബെല്ലടിക്കാനായിക്കില്ല അല്ല. നമ്മൾ മാഹി പെട്രോൾ പമ്പിലാണ് പോയിട്ടുള്ളത് കേട്ടോ. ആകെ വമ്പൻ തിരക്ക് എല്ലാ പെട്രോൾ പമ്പിലും.
അപ്പോൾ ഫൈനലി ഇത് തിരക്കുണ്ട്, എന്നാലും ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അതേ പിന്നെ ഇവിടെ നിന്നിരിക്കാൻ അമ്പടി നൈസായിട്ട് ഉറങ്ങിപ്പോയിട്ടോ. എപ്പോഴാണെങ്കിലും ഈ തണുപ്പ് ചെറുതായിട്ട് വണ്ടിയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നൈസായിട്ട് ഉറങ്ങും. പിന്നെ കളിച്ചിട്ടൊക്കെ ആർമാദിച്ചിട്ടൊക്കെ വന്നതാണ്, അത് കാരണമായിരിക്കും ഇപ്പോൾ ഉറങ്ങിപ്പോയിട്ടോ. പാപ്പ നിന്നിട്ടാണ് ഉറങ്ങിയത്, അതുകൊണ്ട് സമാധാനമുണ്ട്. നാളെ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റാണ്, രാവിലെ എണീച്ച് പോകണം. കുറേ ദിവസമായി, ഇപ്പം മാസക്കണക്കിനായി വീട്ടിൽ പോയി താമസിക്കാത്ത എൻ്റെ വീട്ടിൽ കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പം ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയത്, അമ്മനെ കൊണ്ടാക്കി കുറച്ച് നേരം നിന്നിട്ടിങ്ങ് പോകണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്പണിയും കൂട്ടിയിട്ടൊന്ന് താമസിക്കാൻ പോകണം എന്നൊക്കെ ഉണ്ട്. ഏട്ടൻ വിടുമോയെന്നറിയില്ല. കൈയും കാലും പിടിച്ചൊക്കെ നോക്കണം. അപ്പം അങ്ങനെയൊക്കെയാണുള്ളത്. നമ്മൾ നേരെ അമ്മേൻ്റെ അടുത്ത് പോകാൻ ഇറങ്ങിയാണ്. അപ്പം പിന്നെ മാറ്റി പോയിട്ട് എന്തായാലും ഡീസൽ അടിക്കണം കേട്ടോ. എന്നാൽ പിന്നെ അടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അമ്മേൻ്റെ അടുത്ത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു. നന്ദല്ല, അച്ഛനൊന്നും നല്ലത് അല്ല. അനത്തിന് മലയാളിട്ടിക്കല്ലോ. പുതിയ കിണർ. അധികം കയറുണ്ടാവില്ല അല്ലേ ഏട്ടാ? മണിക്കിണറാ? നല്ല രസമുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത്ര പോരെ അല്ലേ? എല്ലാ വീടിലും കുറേ സ്പേസ് നോക്കാൻ വേണ്ടി കുറേ കല്ല് വീണു കിണറ്റില്. നല്ല വെള്ളം. നല്ല കിണറല്ലേ? കുഞ്ഞി കിണർ. ഇത്ര പോരാ? ഇത് കൊറേ കായുണ്ടോളി? അത്രേ ഉണ്ടാവുള്ളൂ. കുഴിച്ചിട്ടുള്ളൂ? അടിയൊന്നും കാണുന്നില്ല. കപ്പിയുണ്ട് അല്ലേ? കോര അല്ലേ? ആൾക്കാർ കഴിഞ്ഞ കല്ലെല്ലാം താഴെ വീണുണ്ട്. കപ്പിയും പോരാ. വേഗം എത്തും കേട്ടാ, കുറേ സമയമൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കണം കേട്ടാ. വേഗം കഴിയാണ്. ഇപ്പം ഇങ്ങനത്തെ കിണറിൻ്റെ വേഗം വെള്ളം പൊടി കുടിച്ചോക്ക്. ചോയൊന്നുമില്ലല്ലോ. നല്ല വെള്ളം കേട്ടാ. ആദ്യത്തെ പഴയ കിണറിൽ അത്ര മൊത്തം പോക്കല്ല, നല്ല ക്ലിയർ കട്ട് വെള്ളം. ചളിയും ഉണ്ട് ഇഷ്ടം പോലെ. കാര്യം ചെരുപ്പ് മതി. ആരല്ലോ പഴയ ഹോസ്പിറ്റലിൽ അല്ല ക്ലിനിക്കിൽ പോയാലും ചവിട്ടി കൊളാക്കി ഞങ്ങൾ ചെരുപ്പ്. കല്ലെല്ലാം എടുത്തൊക്കെ അല്ലേ? കിണറ് നാളെ തേക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇങ്ങനെ മൊത്തം ചളിയാണല്ലോ. ഞാൻ കഴിച്ചില്ല വെള്ളം പോയിട്ട്. അടിപൊളി വെള്ളം. വേഗം കഴിയുകയും ചെയ്യുന്നില്ലേ? നമ്മളെത്ര കോരണം പറഞ്ഞിട്ടുണ്ട്. മടിയുണ്ടാവില്ല, വേഗം കഴിയും. പൊടിച്ചേരണ മോൻ തിന്നോളെ? പാപ്പ തിന്നോളെ? ആ, ഡാർക്ക് ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇത്. എസക്കല്ലേ? ഈ ചീൻചട്ടിയിലാക്കലുണ്ട് അല്ലേ? ആണോ തപ്പുന്നേ? ഇനി വേണോ ഒത്തിരി? ഇത് തുറക്കണോ ഒറ്റ? എന്നാ കഴിച്ചോ.
മോൻ കഴിച്ചോളാ എന്താക്കുന്ന അമ്പട കേമ ഇതെത്തല്ലേ തിന്ന് ബിസ്ക്കറ്റ് അതോണായി അത് പഴംപൊരി പാപ്പ തിന്നോ നീ ബിസ്ക്കറ്റാ തിന്നറു കേട്ടോ എനക്ക് വേണം എനക്കും പോണം എവിടത്തേക്ക് മുഖം പിയാ നല്ല സമയത്ത് പോകുന്നതാ ഏതോ സമയത്താണ് ബാംഗ്ലൂർ എത്തുന്നത് ആരാ അത് ആ ടാറ്റാ ടാറ്റാ അമ്പാടി അമ്പാടി നോക്കൂത്തെ ഒരു ഹായ് പറ എന്നാ ബൈ ബൈ പറ ബൈ 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 മഴ പെയ്തു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.